ഫ്രണ്ട്സ്, പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കുറച്ച് മാത്സ് നോക്കാം. ഇന്നലെ ആയിട്ട് എക്സാം നടന്നിട്ടുണ്ടല്ലോ, LGS എക്സാം. എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് എക്സാമിൽ മാത്സ് ഒക്കെ കിട്ടിയോ? ഞാൻ പറഞ്ഞ മാത്സ് ഒക്കെ കിട്ടിയോ? ഏജിന്റെ മാത്സ് വന്നിട്ടുണ്ടായിരുന്നു, ശരാശരി അങ്ങനെ കുറച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ഇടണേ. നമുക്ക് കുറച്ച് മാത്സും കൂടി നോക്കാം. ഇനിയുള്ള എക്സാമിനുള്ളവർ ഒന്ന് നോക്കിയിട്ട് പോകണേ. അപ്പം എ ഡാഷ് സി ഡാഷ് ബി ഡാഷ് ബി സി എ അഥവാ എ ഡാഷ് സി ഡാഷ് പിന്നെ ബി സി എ ഡാഷ് സി എ ഡാഷ് സി. അപ്പം നമുക്ക് ഈ ഇടയിൽ എന്ത് വരുന്നു നോക്കാം. ഇപ്പോൾ നോക്കി നമുക്ക് മനസ്സിലാകും അല്ലേ. ഇവിടെ എ അല്ലേ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താണെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് ഇവിടെ ആവർത്തിക്കുന്നുണ്ട് കേട്ടോ. ബി സി എ അല്ലേ, ബി സി എ എന്ന് ആവർത്തിക്കുന്നുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഇവിടെ എ കഴിഞ്ഞാൽ നെക്സ്റ്റ് ബി ആണെന്ന്. അടുത്തത് ഏതാണെന്ന്? ഇവിടെ സി ആണ്. കണ്ടോ, ഇവിടെ സി അല്ലേ, കണ്ടറിയണ്ടോ? അപ്പോൾ അടുത്തത് ഏതായിരിക്കും? ഇവിടെ എ അല്ലേ, ആ എ തന്നെയാണ് ഇവിടെയും വരിക. മനസ്സിലായോ? കണ്ടോ, എ കഴിഞ്ഞാൽ ബി കഴിഞ്ഞാൽ സി കഴിഞ്ഞാൽ എ, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ബി സി എ, പിന്നെ എ കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ ബി ബി, പിന്നെ സി എ കഴിഞ്ഞിട്ട് ഏതായിരിക്കും? ഇവിടെ ബി. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ? ബി എ ബി ബി, ബി എ ബി ബി. ബേസിക് ആയിട്ടുള്ള മാത്സ് ആണ് കേട്ടോ. നമുക്ക് ചിലപ്പോൾ ഈ ബേസിക് ആയിരിക്കും നമുക്ക് കിട്ടാത്തത്. നല്ല ടഫായിട്ടുള്ളത് കിട്ടും, ബേസിക് ആയിട്ടുള്ളത് കിട്ടില്ല. അപ്പം നമുക്ക് എല്ലാ രീതിയിലും ഉള്ളതും പഠിക്കാം. അടുത്തത് 15 + 15 ഹരിക്കണം 5 ഇൻറ്റു മൈനസ് 15 ഹരിക്കണം 15 ഇൻറ്റു 15 അല്ലേ. അപ്പം നമ്മൾ ഇതാ ചെയ്യുമ്പോൾ ആദ്യം ഏതാ ചെയ്യേണ്ടത്? ഇതിനുള്ളിലുള്ളത് ഏതാ? ബ്രാക്കറ്റിനുള്ളിലുള്ളത് ആദ്യം ചെയ്യണം അല്ലേ. ബ്രാക്കറ്റ് എഴുതി, ഈ 2 ബ്രാക്കറ്റും കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചെയ്യേണ്ടത് ഇൻറ്റു കഴിഞ്ഞിട്ട് പ്ലസ്. അപ്പം ഈ ബ്രാക്കറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 കിട്ടും. 3 5 15 അല്ലേ. 15 ഹരിക്കണം 15 എത്രയാ? 1. എന്നിട്ട് നമുക്ക് ചെയ്തൂടെ? ബാക്കി അങ്ങനെ എഴുതിയെടുക്കാം. 15 പ്ലസ് ഈ 3 മൈനസ് 1 ഇൻറ്റു 15 അല്ലേ. അത് കഴിഞ്ഞിട്ട് ഏതാ നമുക്ക് ചെയ്യേണ്ടത്? ഇൻറ്റു ചെയ്യണം. അപ്പം 15 പ്ലസ് 3 മൈനസ് 1 ഇൻറ്റു 15 15 അല്ലേ. അപ്പം നമുക്കിത് ചെയ്താൽ പോരെ? 15 3 എത്രയാ? 18. 18 മൈനസ് 15 ചെയ്താൽ എത്രയാ ആൻസർ? 3. നമ്മുടെ ആൻസർ എത്രയാണ്? 3. അടുത്തത് 1/8 + 1/16 + 1/32 എത്രയാണെന്ന് ചോദിക്കുന്നു. അപ്പം നമുക്ക് ഇങ്ങനെ കാണുമ്പം ആദ്യം 8ഉം 16ഉം 32ന്റെ എൽസിയം ചെയ്യണം. അപ്പം 8 16 32ന്റെ എൽസിയം എടുക്കുക. കോമൺ ആയിട്ട് ഇതിൽ പോകും? 4 പോകില്ലേ. 4 4 8 4 4 16 8 4 32 അല്ലേ. പിന്നെയും 2 പോകും. 4 2 8 പിന്നെയും 2 പോകും. 4 ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്യാം. 2 × 2 4 × 2 8 × 2 16 × 2 32. അപ്പോൾ LCM എത്രയാണ് കിട്ടിയത്? നമുക്ക് LCM 32 അല്ലേ. അപ്പം നമ്മൾ ആ 32 എന്ത് ചെയ്താൽ മതി? ഈ ഇവിടെ അഥവാ 1/8 ഇവിടെ എഴുതുക ഇൻറ്റു 32. ഈ 1/16 ഇവിടെ ഇൻറ്റു 32, ഇവിടെയും ഇൻറ്റു 32 ചെയ്യാം. അപ്പം എങ്ങനെ? 8 × 32 എത്രയാ? 4 × 32 അല്ലേ. അത് കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ഇല്ലേ, അതെടുത്ത് എഴുതുക. പിന്നെ 16 × 32 എത്ര? 2 പ്രാവശ്യം അല്ലേ. പിന്നെ 32 × 32 എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം. അതേ ബൈ LCM എത്രയായിരുന്നു? 32. ചെയ്താൽ എത്രയായിരിക്കും? 7/32. നമ്മുടെ ആൻസർ എത്രയാണ്? 7/32. നമ്മൾ കണ്ട ഇതിന്റെ ഡിഫറൻറ്റ് നോക്കുക കേട്ടോ. അഥവാ ഇവിടെ നമുക്ക് രണ്ടെണ്ണത്തിൻ്റെ അറിയില്ല. അപ്പം നമ്മൾ ഇതും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. 4 വരുന്നുണ്ട് അല്ലേ. യുയും സെറ്റും തമ്മിലുള്ള വ്യത്യാസം 5 വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3 ആയിരിക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2 ആയിരിക്കും. അപ്പം നമ്മൾ L കഴിഞ്ഞിട്ട് 2 ഡിഫറൻറ്റ് നോക്കുക. ഏതായിരിക്കും? N ആയിരിക്കും. അപ്പം N കഴിഞ്ഞിട്ട് 3 ഡിഫറൻറ്റ് Qന് നോക്കണം. N കഴിഞ്ഞാൽ M N കഴിഞ്ഞാൽ O P Q 3 ഡിഫറൻറ്റ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ആൻസർ ഏതാ? N ആണ് കേട്ടോ, N. അടുത്തത് നോക്കിക്കേ. 1 മുതൽ 100 വരെയുള്ള തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക എത്ര? അപ്പം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 1 മുതൽ 100 വരെ എത്ര ഇരട്ട സംഖ്യകൾ ഉണ്ടാകും? ഒറ്റ സംഖ്യകൾ ഉണ്ടാകും. അഥവാ 1 3 5 7 എന്ന് പറഞ്ഞിട്ട് 50 ഉണ്ടാവും അല്ലേ. ഒറ്റ സംഖ്യ ആണെങ്കിൽ 50 ഉണ്ടാകും, ഇരട്ട സംഖ്യ ആണെങ്കിലും 50 ഉണ്ടാവും അല്ലേ. അപ്പം നമുക്ക് ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ ഈ 50 അല്ലേ, 50 ഉണ്ടാകും പറഞ്ഞു. 50ന്റെ സ്ക്വയർ കണ്ടാൽ മതി. എത്രയാണ്? 2500. ആൻസർ എത്രയാണ്? 2500.
മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. താങ്ക് യു ഗായ്സ്.